ഹായ് ഓൾ. ഇന്ന് നമുക്ക് കിട്ടിയ റീഡിങ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ ഒരു ഗ്രൗണ്ടഡ് എനർജിയിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. സമാധാനമായിട്ടൊക്കെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലാണ്. അത്യാവശ്യം മറ്റുള്ളവരെയൊക്കെ സഹായിക്കത്തക്ക രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലാണ് നിങ്ങളെന്നാണ് ഇവിടെ കാണുന്നത്. പിന്നെ നിങ്ങൾക്ക് നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിക്ക് ഉണ്ടെന്നാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ മറ്റുള്ളവരെ നർച്ചർ ചെയ്യാനുള്ളൊരു മനസ്സൊക്കെ ഉള്ളവരാണ്. പിന്നെ നിങ്ങൾ പ്രകൃതിയുമായിട്ട് കൂടുതലൊന്ന് ഇൻട്രാക്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. പിന്നെ ഗാർഡനിങ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. പിന്നെ കുറച്ച് ഫ്രഷ് എയർ മാക്സിമം ഒന്ന് സ്വീകരിക്കാൻ നോക്കുക. പിന്നെ ചെടികളുടെയൊക്കെ അടുത്തോട്ടൊന്ന് പോവുക. പിന്നെ അതുപോലെ തന്നെ പാർക്കിലൊക്കെ പോകാൻ പറ്റുന്നവർ നടന്ന് തന്നെ ഒന്ന് പോകാൻ നോക്കുക കേട്ടോ. പിന്നെ അത് കൂടുതൽ നിങ്ങളൊന്ന് എനർജൈസ് ആക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നിങ്ങൾ എപ്പോഴും യൂണിവേഴ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു എനർജി പല റീഡിങ്ങിലും ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ അത്രയേറെ കെയർ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ലൈഫിൽ സ്ട്രോങ് ഡിസിഷൻ എടുക്കാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തായിരുന്നാലും അത് തുറന്നു തന്നെ പറയുക. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നന്നായിട്ട് തന്നെ ഡെവലപ്പാക്കി എടുക്കുക. പിന്നെ നമ്മുടെ ലൈഫിലെ കാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതിനെ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കാതിരിക്കുക. നിങ്ങൾ സ്ട്രിക്റ്റ് ബൗണ്ടറി തന്നെ ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ ഒരു പാർട്ണർഷിപ്പ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിലായിരുന്നാലും കരിയറിലായിരുന്നാലും നിങ്ങൾക്കൊരു സപ്പോർട്ട് തരാൻ വേണ്ടിയിട്ടൊരു വ്യക്തി വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങളുടെ ഐഡിയാസൊക്കെ കൂടുതൽ ഫലവത്താക്കാൻ ശ്രമിക്കുക. ഒരു യങ്ങർ പേഴ്സൺ ആയിരിക്കും. നിങ്ങളുടെ ഇമോഷൻ ആയിരുന്നാലും കരിയറിലായിരുന്നാലും ഒരു ഹൈ വൈബിൽ, നിങ്ങളുടെ തന്നെ വൈബിൽ തന്നെ അത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നതായിട്ടും നിങ്ങൾക്ക് കൂടുതൽ എനർജി ചെയ്യുന്നതായിട്ടും ഉള്ളൊരു ആൾ തന്നെയാണ് വരുന്നതെന്നാണ് കാണുന്നത്. പിന്നെ നിങ്ങൾക്ക് പല രീതിയിലും കാശ് കിട്ടാനുള്ളൊരു സാധ്യതയാണ് കാണുന്നുണ്ട് കേട്ടോ. ചിലരൊക്കെ വീട് വാങ്ങിക്കുന്നതിൻ്റെതായിട്ടുള്ള എനർജി, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സെലിബ്രേഷനൊക്കെ, ഹൗസ് വാമിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെയൊക്കെ എനർജിയൊക്കെ കണക്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പിന്നെ ഇതൊരു നിങ്ങൾ തന്നെ ഒരു സ്റ്റേബിളാക്കി നിർത്താനുള്ളൊരു സാധ്യതയൊക്കെ കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് ലാസ്റ്റ് കിട്ടിയ കാർഡ് അതും പെൻറ്റക്കിൾസ് തന്നെയാണ് വന്നത്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൽ നിന്ന് നമുക്ക് പിന്നെ ഏണിങ്സ് കിട്ടാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ഒരു സ്ലോ പ്രോസസ്സ് ആണെങ്കിലും ഒരു ലോങ് ടേം സക്സസ് നിങ്ങൾക്ക് തരുന്ന ഒന്നാണെന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇവിടെ കൂടുതൽ ആളുകളും സ്പിരിച്വൽ മേഖലയിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻകമായിട്ടാണ് ഇത് കണക്റ്റായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ ഇന്നത്തെ റീഡിങ്ങിൽ കൂടുതലും പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് വന്നത്. ലോങ് ടേം സക്സസ് കരിയറിലും ഫിനാൻഷ്യലും നിങ്ങൾക്ക് വരുന്നുണ്ട്. മണി അഫർമേഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് ചൊല്ലുക. ബ്ലോക്കേജസ് മാറ്റാൻ ഹോപ്നോപ്നോ 108 തവണ ചൊല്ലുക. ഒരു പ്രത്യേക